ഉള്ളതുമാണ്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് നേതാക്കൾ തമ്മിലാണ് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ എങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു, അത് നമുക്ക് സമ്മതിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു മൂന്നാമതൊരാൾ ഇക്കാര്യത്തിൽ ചിത്രത്തിലേ ഇല്ലാത്ത ഒരാൾ കടന്നു വന്നതാണ് ഈ പ്രശ്നത്തിന് കാരണമായത്. ഡോക്ടർ ജി ഗോപകുമാർ അത് കൃത്യമായി നിരീക്ഷിച്ചു. അദ്ദേഹം ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം അദ്ദേഹം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതും എം പിമാർ കളത്തിലേക്കില്ല എന്നുള്ള കാര്യം. പിന്നെ അദ്ദേഹം തന്നെ ഇടപെട്ട് ഈ കളം മാറ്റുന്നു, ഈ നിയമം മാറ്റുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കില്ല. അല്ല, ഞാൻ അതിനകത്തൊരു കാര്യം വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ചെറിയ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്നൊരു കാര്യം, അത് ഈ ജനകീയതയെ സംബന്ധിച്ച് ഈ മൂന്ന് നേതാക്കന്മാർക്ക് അവരുടേതായ ജനകീയതയുണ്ട്. ഈ കെ സി വേണുഗോപാലാകട്ടെ ആലപ്പുഴ പോലൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ അത്രയും ജനകീയനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജനകീയതയെ പറ്റി നമുക്ക് അത്തരത്തിൽ കാര്യത്തിൽ സംശയം വേണ്ട. ഞാൻ പറയാം, അത് ഹരിപ്പാട് ഈ രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന വി ഡി സതീശൻ ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ വോട്ടിൻ്റെ ഷെയർ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വരുന്ന ഒരാളാണ്. അപ്പം ജനകീയതയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഈ പറയുന്ന മൂന്ന് പേർക്കും തത്തുല്യമായിട്ടുള്ള ജനകീയത ഉണ്ട് എന്ന് തന്നെ എടുത്ത് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കും, ജനകീയത തൂക്കി നോക്കേണ്ട ഒരു സമയമാണോ? അല്ല, കെ സിയുടെ ജനകീയത തൂക്കി നോക്കേണ്ട ഒരു സമയമല്ലല്ലോ ഇത്. അല്ല മഞ്ജുഷി, ഞാൻ ആ കാര്യത്തിലേക്കാണ് കടക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് തന്നെ ഞാനിപ്പോൾ കാണുകയുണ്ടായി. മൂന്ന് നേതാക്കന്മാരും കൂടെ പിടിവലി കൂടുന്നതായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ് നിങ്ങളുടെ ചാനലിൽ പോലും കാണിക്കുന്നത്. ഇത്തരം ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ കാണിക്കുമ്പോൾ ഇതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇത് വലിയ പ്രശ്നമാണ്, ആഗോള പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അസ്വാരസ്യത്തിന്റെ ഭാഗമായി അത് തെരുവിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പൊ നിങ്ങൾ എന്താണ് സ്ക്രീനിൽ കണ്ടത്? മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞിറങ്ങി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഐക്യത്തോടുകൂടി മൂന്ന് പേരും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ കണ്ടതാണ്. KPC പ്രസിഡന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടതാണ്. ദീപദാസ് മുൻഷി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടതാണ്. എല്ലാവരും ഐക്യത്തോടു കൂടി അവരവരെ സ്നേഹിക്കുന്ന പ്രവർത്തകരോട് സമീപനം പാലിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ അവർ തമ്മിൽ അവിടെ കിടന്ന് നിങ്ങളുടെ ഗ്രാഫിക്സിൽ കാണിച്ച പോലെ അവിടെ കിടന്ന് തല്ലുകൂടുന്ന സീനല്ലല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഹൈക്കമാൻഡിനുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്, കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയെ കടന്നു വരാൻ പാടില്ല എന്നുണ്ടോ? തിരഞ്ഞെടുക്കപ്പെട്ട 102 MLA-മാർക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പാടില്ല എന്നുണ്ടോ? ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ പറയുകയാണ് എനിക്ക് ഇന്നയാൾ മുഖ്യമന്ത്രിയാകണമെന്ന് പറയാൻ കഴിയുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അദ്ദേഹം ഇപ്പോൾ MP ആയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പാടില്ല എന്നുള്ള ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ ഇന്ത്യ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ബാറ്റ് ചെയ്തത് കൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ പേര് ഈ MLA-മാർ പറയുന്നത്? അതല്ല, അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ ഈ രണ്ടിലൊരാൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അദ്ദേഹം ബാറ്റ് ചെയ്യാൻ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രീസിൽ അദ്ദേഹമുണ്ട്, അതുകൊണ്ടാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഇവർ പറയില്ല. അദ്ദേഹം സ്വയം ഞാനൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ MLA-മാരുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്ന നിരീക്ഷകരുടെ മുന്നിൽ പറയാൻ ബാധ്യസ്ഥരാകും. 4 घंटे मीटिंग चले, अच्छा सा मीटिंग हुआ, सारे नेता लोग अपना अपना मन का भावना कांग्रेस अध्यक्ष और राहुल जी को बताए और हमारे हाल कमान उसके ऊपर डिसाइड करेगा। क्या ये कहा जा रहा है आपके नाम की चर्चा हुई है CM को लेकर? नहीं, सबका नाम के चर्चा हुआ. ഡൽഹിയിൽ 50 ദിവസം എടുത്തു മുഖ്യമന്ത്രി തീരുമാനം. അതുകൊണ്ടൊന്നും വരില്ല, അങ്ങനെ നേരത്തെ തീരുമാനം. और आप सीनियर मोस्ट लीडर हैं केरला के, पहले भी अपॉर्चुनिटी आपको नहीं मिल पाया था CM. ओके, थैंक यू ब्रदर, थैंक यू. കിരൺ ബാബു ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. കിരൺ, എന്താണ് അപ്ഡേറ്റ് ഉള്ളത്? നാളെയും ചർച്ച തുടരുമെന്ന് തന്നെയല്ലേ? ചർച്ചയിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ഇതിൽ സാധ്യത എന്തെങ്കിലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത്. അപൂർവമായി മാത്രം ചെറിയൊരു സാധ്യത മാത്രമേ ഉള്ളൂ. ഹൈക്കമാൻഡിന് വിട്ട് സമവായത്തിലേക്ക് എത്താൻ കഴിയാത്തത്? നിങ്ങൾ എന്താണ് ഇത്